തീർച്ചയായിട്ടും പ്രതിഭാഗത്തിന്റെ അവിടെ നിന്ന് റിഫർമേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത്രയധികം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഒരു മാനസാന്തരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ശിക്ഷ മാത്രമേ വിധിക്കാവൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ഇല്ല, അതിന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ ഒരുപാട് വിധികളുണ്ട്. ആ വിധിന്യായങ്ങളിലെല്ലാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു റെയർ കേസ് നിലനിൽക്കുന്നത് എന്ന് ഒരു വളരെ കൃത്യമായിട്ടും വെൽ സെറ്റായിട്ടുള്ള ഒരു വിധിന്യായങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഉൾപ്പെട്ട ഒരു കേസാണ് ഇത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് ഡിഫൻസ് കൊണ്ടുവരുന്നത് നിലനിൽക്കില്ല. ഈ ഡിഫൻസ് ഈ സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ വലിയ ശിക്ഷ വിധിക്കരുത്, അതാണ് ഉയർന്ന കോടതിയിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെ കീഴ്വഴക്കം എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് എങ്ങനെയാണ് നിലനിൽക്കുക? സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം ഇത് ആ ആർഗ്യുമെന്റിന് ശേഷം ഞാൻ രണ്ടാമത് എന്റെ മറുപടിയിൽ ഞാനൊരു വിധിന്യായം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതനുസരിച്ച് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, അതായത് സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം തന്നെ അത് വളരെ സുനിശ്ചിതമായിട്ടുള്ള തെളിവുകളാണ് എങ്കിൽ അത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസുമായിട്ട് താരതമ്യം ചെയ്തിട്ട് തീരുമാനിക്കേണ്ടി വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള തെളിവ്, സാഹചര്യ തെളിവുണ്ടെങ്കിൽ അത് വച്ച് വധശിക്ഷ വിധിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയുന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നുകൂടെ സുപ്രീം കോടതി പറഞ്ഞു. ആ ഒരു റൂളിംഗും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ചെകുത്താന്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്ക് എന്ന് പലതവണ പറയുകയുണ്ടായി. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ ഒരു ഡയബോളിക്കായിട്ടുള്ളൊരു കൃത്യം സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. അത്രയധികം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആ വിശ്വാസം ജനിപ്പിക്കുന്നതിലേക്ക് താലി കെട്ടിച്ച ശേഷം പല സ്ഥലങ്ങളിലേക്ക് അവർ ഒരുമിച്ച് പോയി സെക്സ് ചെയ്ത് അത് അതിനകത്ത് തന്നെ സമ്മതിച്ച കാര്യമാണ്. അങ്ങനെ ചെയ്ത് വിശ്വാസം ആർജിച്ച ശേഷം എന്തു കൊടുത്താലും കഴിക്കുമെന്നുള്ള രീതിയിൽ മാനസികമായി പരുവപ്പെടുത്തി എടുത്തതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്തത്. അതല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു വിഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ ജീവൻ നഷ്ടമായതല്ല. എത്രയോ മാസങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അതിലേക്ക് വേണ്ടി 4 മാസങ്ങൾ വ്യക്തമായിട്ട് ഗ്രീഷ്മ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മർഡറാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മനസ്സിനുടമയാണെന്ന് ബാധിച്ചത്.